ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമ്മൾ മേക്കപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ഇടാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു ഹോൾ വീഡിയോയും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് വീഡിയോ. നമ്മളിപ്പോൾ സാരി എടുത്തിട്ട്, ഇപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഒഴുകി കിടക്കുന്ന സാരി ഉണ്ടല്ലോ, അത് എടുത്തിട്ട് വീഡിയോസ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യണക്കാട്ടും ഞാൻ ഹെയർ ടൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ടിക്കൊക്കെ വന്ന് മേക്കപ്പൊക്കെ അതുമൊക്കെ ആയി ആകെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മേക്കപ്പോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ലിപ് ബാം മാത്രം ഇട്ടിട്ടുള്ളത്. ബട്ട് സ്കിന്നൊക്കെ എന്താ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും ഇത്തിരി കൂടി പോവാണ്ട് ഇപ്പോൾ പാടുകളാണ്, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ, നമുക്ക് അതിൻ്റെ വീഡിയോ വേറെ റിലേറ്റഡ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോയ്സ്ചറൈസറാണ്. വലിയ എന്താ പറയുക, സ്കിന്നിന് ഭയങ്കര ഒട്ടലോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര അടിപൊളിയാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ വലിയ എന്താ പറയുക, വല്ല ജസ്റ്റ് കാഷ്വലായിട്ട് വല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ കോസാറക്സിൻ്റെ സ്നെയിൽ പവർ മ്യൂസിൻ പവർ എസൻസ് ആണ്. അതിപ്പോൾ ഇട്ടില്ലെങ്കിൽ ഇതിട്ടാലും രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതാട്ടോ യൂസ് ചെയ്യണേ. മീൻസ് മേക്കപ്പ് ചെയ്യണേക്കാട്ടും മുന്നേ രണ്ടും ഒരേപോലെയാണ്. ബട്ട് നമുക്ക് എന്താ പറയുക, മോയ്സ്ചറൈസിങ് എഫക്റ്റ് പോലെയാണ്. ഇപ്പോൾ നമുക്ക് സ്കിൻ കെയർ മാത്രം ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കോസാറക്സിൻ്റെ അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത്രയും കൂടി നല്ലത്. അപ്പോൾ ദേ അമ്മയാട്ടോ ഇപ്പോൾ ചിരിക്കണേ. അമ്മ പാലിലെടുക്കോ? അപ്പോൾ ദേ അമ്മയുടെ ചിരി കേട്ടോ നിങ്ങൾ കേട്ടെ, വെറൈറ്റി ചിരി. അമ്മ ഒന്ന് വന്നേ, നമ്മ നല്ല സുന്ദരിയായിട്ടുണ്ടൊന്ന് കാട്ടി കൊടുക്കട്ടെ. വാ, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കതേ. ഇന്ന് അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഇത്തിരി പൗഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഫൊണ്ണു അത് കണ്ടിട്ട് ഫൊണ്ണൂന് സങ്കടം, ഫൊണ്ണൂന് കാട്ടി കൊടുത്തത്. ഫൊണ്ണു ദേ ഇവിടെ നോക്കണോ കേട്ടോ. ആണോ ഫൊണ്ണു ബാബി കേട്ടോ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫൊണ്ണു ബാബി ഇനി ഇവിടുന്ന് പോകുമെന്ന് എനിക്കറിയില്ല, വീഡിയോ ഇനി കണ്ടിന്യൂ ആവുമെന്നറിയില്ല. കൊണ്ടൊക്കെ അമ്മ. അപ്പോൾ അതേ നമ്മൾ പണി കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് നാട്ടിൽ നിന്നും കിട്ടും. ഞാൻ ഇവിടെ നിന്നാട്ടോ മേടിച്ചേ. എന്താ പറയുക, ഇതിപ്പോൾ വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതി, സ്കിന്നിന് അടിപൊളിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഇടാം. നോക്ക്, ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ. അടിപൊളിയാ പറഞ്ഞാൽ. അയ്യോ, ഇതൊരു കൺസീലറാട്ടോ, ബട്ട് ഫുൾ കവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിക്കണേ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മേടിക്കാൻ ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ മേടിച്ചോളൂ, അടിപൊളി സംഭവമാണ്. എനിക്ക് ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് എന്താ പേടി ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കളർ എനിക്ക് സ്യൂട്ടാവോ എന്നൊക്കെ ആയിരുന്നു. ബട്ട് മേടിച്ച സംഭവം വന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതേ നമ്മളിങ്ങനെ സ്പഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ഫൗണ്ടേഷനൊന്നും വേണ്ട, ഇത് മാത്രം ഇട്ടോ. ഭയങ്കര നാച്ചുറലായിട്ട് ഉള്ളൊരിത് കേട്ടോ. നോക്കച്ചാ, കണ്ടോ ഭയങ്കര അതൊക്കെ ബ്ലെൻഡ് ചെയ്യും. ഇവിടെ അച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒക്കെ കണ്ടോ ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആകെ ഇവിടെ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അപ്പം അങ്ങനെ. പിന്നെ ദേ ഇത് ഞാനൊരു ഐ ഷാഡോ സ്റ്റിക്ക് മേടിച്ചോട്ടോ. യൂഷ്വലി എനിക്ക് ഐ ഷാഡോ പാലറ്റാലോ, അപ്പം ഞാൻ വിചാരിച്ച് പൗഡർ പോലെയല്ലോ, ഇതൊരു ഐ ഷാഡോ സ്റ്റിക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ബാക്കിൽ നമുക്ക് ഇങ്ങനൊരു ഇതുപോലെ ഉണ്ട്, നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു ഗോൾഡൻ കളർ പോലെ തന്നെ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വീഡിയോയിൽ ഇത് കാണുമ്പോൾ വലിയ ഇതില്ലെങ്കിലും നേരിട്ട് കാണാൻ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എവിടേക്കൊക്കെ വേണ്ട, എവിടേക്കാ ഇത് നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്ററായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഹൈലൈറ്ററായിട്ടും യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അത്
കണ്ടോ? ഇനി ഇവിടെയും ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു തോന്നുന്നു. ബട്ട് ഇപ്പോഴും അത് പോയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ത്രെഡ് ചെയ്തപ്പോഴാണ്, മുന്നേ ഞാൻ ത്രെഡ് ചെയ്യണേക്കാട്ടും മുന്നാണെങ്കിൽ ഭയങ്കര മെസ്സി ആയിട്ടായിരുന്നു കേട്ടോ. ഐബ്രോസൊക്കെ ഇരിക്കണ്ടായിരുന്നു, ആകെ ഡിസോർഡർ ആയിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാർലറിൽ പോകുമ്പോൾ ജസ്റ്റ് ത്രെഡിങ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ത്രെഡിങ് ചെയ്തപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായി നല്ല ഷേപ്പായിട്ട്. എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കാണ്ട്, മീൻസ് റിലേറ്റീവ്സ്, നീ പുരുക എഴുതിയിട്ടുണ്ടോ? ഇല്ല, എഴുതിയിട്ടില്ല. കണ്ട പുരുകൊന്നും എഴുതിയിട്ടില്ല. ബട്ട് കണ്ട അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മൾ യൂഷ്വലി ചെയ്യണ സംഭവങ്ങൾ തന്നെ, മീൻസ് ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അതിടാം. ഞാൻ ഇവിടെ ഇടുന്നത് ബനാന പൗഡർ കേട്ടോ, ട്രാൻസ്പാരൻ്റ് എന്നുള്ള ഷെയ്ഡാണ്. ഇതെന്താണെന്ന് അറിയും ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ യൂഷ്വലി ഇപ്പോൾ അമ്മ തന്നെ മാർസിൻ്റെ വേറെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുട്ടിയിട്ട പോലെയാണ്. ഇതാണെങ്കിൽ സാധാ നമ്മൾ പൗഡർ ഇട്ടാൽ കൂടി എന്താ പറയുക, ഭയങ്കരമായിട്ട് വെളുത്ത് ഭയങ്കര എന്താ പറയുക, ഒരു എന്തോ ഇട്ടിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇതാണെങ്കിൽ ഭയങ്കര നാച്ചുറൽ ആട്ടോ. നമുക്കാണെങ്കിൽ ഓയിൽനെസ്സോ മുഖത്തിങ്ങനെ എണ്ണമയം പോലുള്ളതോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ മാറിയിട്ട് അടിപൊളിയാട്ടോ. എനിക്ക് ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാട്ടോ ഞാൻ ഇടാറ്. കണ്ടോ, ഭയങ്കര നാച്ചുറലായിട്ട്, ഭയങ്കര ഒട്ടും ഓവറായിട്ട് പുട്ടിട്ടൊന്നും തോന്നില്ല കേട്ടോ. അതാണ് ഈ നമ്മുടെ ബനാന പൗഡർ ട്രാൻസ്പാരൻ്റ് എന്നുള്ള ഷെയ്ഡാട്ടോ. ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്സും ഉണ്ട്, ഡാർക്കർ ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാട്ടോ എടുത്തങ്ങനെ. ഇനി നമ്മൾ കണ്ണ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ണ് ഞാൻ വിചാരിക്കണു സ്മൂക്കി ഐ പോലെ ജസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കണു. ഓവർ സ്മൂക്കി ഐസ് അല്ല, നോർമലായിട്ടുള്ളൊരു സ്മൂക്കി ഐ കൊടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഐലാഷസൊക്കെ ഒന്ന് വെച്ച് നോക്കാം. കുറേ നാൾ ഐലാഷസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, കണ്ണിതിന്ന് ഞാൻ വിചാരിച്ചു ഔട്ട്ഡോർ ഒന്നും ഷൂട്ട് ചെയ്യാം. എപ്പോഴും വീടിൻ്റെ അകത്ത് തന്നെയല്ലേ എടുക്കണേ അടിയിൽ. അപ്പോൾ അടിയിലൊക്കെ പോയിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ അടിയിലെടുത്ത് ഫോണുള്ളതുകൊണ്ട് അറിയില്ല എങ്ങനെയാവുമെന്ന്. എന്നാലും നമുക്ക് നോക്കാം. വീഡിയോ അടിപൊളിയായി കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ എടുക്കണ കുറച്ച് ബിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കണ്ണെഴുതി. ഇനി മസ്കാര അപ്ലൈ ചെയ്യേണ്ട ഒരു പുതിയ മസ്കാര ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിന് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. ഏതാണെന്ന് വെച്ചാൽ ഇനി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാക്മേയുടെ മസ്കാര കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ എപ്പോഴും മെബിലീൻ്റെ തന്നെയാണ് യൂസ് ചെയ്യാറ്. ലാക്മേയുടെ യൂസ് ആക്കിയിട്ടൊന്നുണ്ട്, കുറേ മുന്നേ യൂസ് ആക്കിയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ അടുത്ത് കുറേ നാളായിട്ട് ഞാൻ ഈ മെബിലീൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. കാരണം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. എന്താ പറയുക, ഐലാഷസൊക്കെ നല്ല രീതിയിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് തരും. നല്ല അടിപൊളി മസ്കാര കേട്ടോ. ഓ, കണ്ണുമ കുത്തി. ഇനി ഞാൻ ജസ്റ്റ് കുട്ടി ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ലിപ്പ് ആൻഡ് ചിക്ക് ടിൻറ്റ് മേടിച്ചിട്ടുണ്ട്. ബട്ട് അത് ഞാൻ ഫേസിൽ അങ്ങനെ മുന്നൊരു വീഡിയോയിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. വീട്ടിലേക്കുമ്പോൾ ജസ്റ്റ് ലിപ്പിൽ മാത്രം ഇട്ട് കൊടുക്കുള്ളൂ. ഇനി അത് യൂസ് ചെയ്യണം. ഇപ്പം എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര നാച്ചുറലായിട്ട് തോന്നാറുണ്ട്. ഈ നമ്മുടെ ഐ ഷാഡോ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഐ ഷാഡോ ഞാൻ യൂസ് ആക്കുന്നുണ്ടെന്നത്. ഈ ഐ ഷാഡോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എവിടെയൊക്കെയാണ് വേണ്ടത്, ചീക്സും എവിടെയൊക്കെയാണ് നമുക്ക് വേണ്ട അവിടേക്ക് ഒന്ന്. അപ്പോൾ കഴിഞ്ഞോട്ടെ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ ഒരു പിങ്ക് കളറായിട്ട് ഇട്ട് കൊടുക്കണേ. ഇതേ
ഇതിട്ടു. അതിൻ്റെ മേലെ കൂടെ ഇതിട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ യൂഷ്വലി മിക്സിംഗ് ഒക്കെയാണ് പരിപാടി. ലിപ്സ്റ്റിക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യല്ല കേട്ടോ. അച്ഛാ തുറന്നുകൊണ്ട് കേട്ടോ ഭയങ്കര ലിപ്പിന് ഇപ്പോൾ കളർ ഭയങ്കരമായിട്ട് ചേഞ്ച് തോന്നിയേ. അപ്പോൾ ഇതാട്ടോ ലിപ്സ്റ്റിക്ക്. ഇനി നമുക്ക് സാരി ഉടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ സാരി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആക്സസറീസ് ഏതൊക്കെ ഇടണേ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ വേഗം സാരി ഉടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ റോബോ റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതാണെങ്കിൽ അത് തന്നെ ക്ലീൻ ചെയ്യും, അതുപോലെ തന്നെ എന്താ പറയുക അടിച്ചു വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ബട്ട് ഞാൻ ബാക്കിയുള്ള മേക്കപ്പും പിന്നെ ഓർണമെൻറ്റ്സും ഒക്കെ ഇടേണ്ട കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ അതാണെങ്കിൽ അത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ക്ലീനിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക വീഡിയോ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ചെയ്യാമെന്ന് കേട്ടോ. ഇതാണ് ഐലാഷ് വെക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും വെക്കേണ്ട വന്നില്ല. ഓൾറെഡി അതിൽ ഗ്ലൂ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും കണ്ട പറക്കണുണ്ട്. അപ്പം എന്നാലും നമ്മൾ വെച്ച് കൊടുക്കണം. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് കാട്ടിത്തരാം. ഓൾറെഡി ഞാൻ കാട്ടി തന്നിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഗമ്മ് മേടിക്കാൻ കിട്ടും. നമ്മൾ നാട്ടിലൊക്കെ ഐലാഷ് മേടിക്കുമ്പോൾ അവർ അതിൻ്റെ ഒപ്പം തന്നെ ഗമ്മുണ്ടെന്ന് പറയും. ബട്ട് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒപ്പം ഗമ്മൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വെച്ചു. അപ്പോൾ നാട്ടിൽ ഞാൻ മേടിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗമ്മുണ്ടാവും എന്ന് പറയും. ബട്ട് ഗമ്മ് ഉണ്ടാവാറില്ല. ഇനി എനിക്ക് ഇവിടുത്തെ അല്ല, ഇനിയിപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഗമ്മുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഞാൻ മുന്നേ മേടിക്കണ സമയത്തൊന്നും യൂഷ്വലി ഗമ്മ് ഉണ്ടാവാറില്ല. അപ്പം ഇത് വെച്ചു. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി വെക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആകെ. അപ്പം ഞാൻ വീണ്ടും യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതും കൂടി വെക്കാം കേട്ടോ. ഇവിടെ ഇപ്പം റെഡി. ഏറ്റവും ഇത് വെക്കുമ്പോൾ നമുക്ക് ഇത് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 എൻഡ്സ് ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇതിൻ്റെ ആ 2 എൻഡ്സിൽ വെക്കാൻ മാത്രമാണ് ഇത്തിരി പ്രശ്നമുള്ളത്. ബാക്കിയുള്ളതൊന്നും ഭയങ്കര എളുപ്പമായിട്ട് ഇരിക്കും കേട്ടോ. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒട്ടിക്കാൻ നിൽക്കണ നേരത്ത്. ഇത് ഭയങ്കര എളുപ്പത്തിൽ ഞാൻ ഒട്ടിച്ചു കേട്ടോ. അപ്പം ഇത്രയുള്ള. ഇനി നമുക്ക് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാട്ടിത്തരാം. ഏതാടാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ജ്വല്ലറി ഉണ്ട്. അത് ഞാൻ യൂഷ്വലി മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ന്യൂ ജ്വല്ലറി ഇട്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജ്വല്ലറീസും ഐറ്റംസൊക്കെ. അപ്പോൾ ഇതാട്ടോ ഞാനിപ്പോൾ ഇടാൻ പോണത്. അപ്പോൾ ഇത് ഇടണം. പിന്നെ ഹെയറും കാര്യങ്ങളും കുറച്ച് സെറ്റാക്കണം. അപ്പോൾ ഇത് ഇടാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ പൊണ്ണുബാദി വന്നിട്ടുണ്ട്. സാരി ഡ്രേപ്പിങ് ഞാൻ ഇതിലിടാമെന്ന് വിചാരിച്ചു. ഞാൻ വെച്ചാൽ ഷോർട്സ് വീഡിയോ ഇട്ട് അതിൻ്റെ ഒപ്പം ഇടാൻ വിചാരിച്ചു. ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ ഇഷ്ടമായിട്ടോ. അപ്പം ഞാൻ തന്നെ കേട്ടോ സാരി ഡ്രേപ്പ് ചെയ്ത. യൂഷ്വലി ഞാൻ എപ്പോഴും അമ്മ സാരി എടുത്തതാന്ന് പറയാറ്. കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക
പഠിക്കുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാലോ, അങ്ങനെയല്ല എക്സ്പീരിയൻസ്. ഇപ്പം മേക്കപ്പ് ആണെങ്കിലും വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്തിട്ടല്ലോ നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ വലിയ പെർഫെക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ത് തന്നെ കാര്യമാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ വലിയ പെർഫെക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെയ്ത് അത് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ സാരി ഇതാട്ടോ സാരി. ഞാനൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ഇതായിട്ടേ ഈ സാരി ഞാൻ ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. ചിലപ്പോൾ പൊട്ടുകുത്തും, ചിലപ്പോൾ പൊട്ടുകുത്തില്ല, അത് ഡിപ്പെൻസ് കേട്ടോ. അപ്പോൾ ഹെയർ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വരാം. ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു ബിന്ദിയും തൊട്ട് ഹെയറൊന്നും ഇങ്ങനെയാണ് ചെയ്യണം, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇനി പുറത്ത് പോയിട്ട് വീഡിയോ കാട്ടിത്തരാം കേട്ടോ. ഷൂട്ട് ചെയ്യാൻ കമ്പനിയുടെ ഫുണ്ണുബാബി അമ്മയാട്ടതേ. ഞാൻ സാരി എടുത്തിട്ട് ഞങ്ങൾ പോവാട്ടോ. എനിക്ക് ഇങ്ങനെ സാരി ഭയങ്കര ഇഷ്ടമാട്ടോ. അമ്മയ്ക്ക് ഇഷ്ടം അങ്ങനത്തെ എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതാട്ടോ നമുക്ക് ഇഷ്ടമായി മേക്കപ്പ് ഇതൊക്കെ. ഇവിടെ ഇതാട്ടോ സൈഡിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോസ് ഇടാട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേ. അപ്പം നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ബിറ്റ്സ് ഒക്കെ കാട്ടിത്തരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.